എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോ അവൻ അപ്പാപ്പൻ മാസ്റ്ററിന്റെ പിന്നാലെ തന്നെ ഇപ്പൊ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഇതാണ് കറക്റ്റ് സമയം. നൈസായിട്ട് ഫൈറ്റ് ചെയ്ത് എന്റെ പവർ അത് കൺട്രോൾ ചെയ്യാം. ഹീറോ വലിയ കണക്കൂട്ടലുകളൊക്കെ നടത്തി ആ വില്ലന്മാർക്ക് നേരെ ഇപ്പൊ ഓടുകയാണ്. നമ്മുടെ ഹീറോ അവൻ ബിൽഡിങ്ങിന്റെ മുകളിലൂടെ ചാടി ചാടി പോവാണ്. അപ്പൊ അതേ സമയത്ത് അപ്പാപ്പൻ ഇപ്പൊ ഒരു പച്ച മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പാപ്പൻ അതിനെ ഏകദേശം കൊല്ലാനാവുന്ന അതേ സമയത്ത് എൻഡവർ അവിടേക്ക് വന്ന് വലിയൊരു തീഗോളം ഉപയോഗിച്ച് അതിനെ കത്തിച്ച് നശിപ്പിക്കും. ഹീറോ ഒരുപാട് ടെൻഷനായി ഇപ്പൊ ആ സിറ്റിയിൽ മുഴുവൻ കണ്ണാടി പയ്യനെ അന്വേഷിച്ച് ഓടി നടക്കും. കാരണം ആ ഒരു ഹീറോ കില്ലർ മോൺസ്റ്റർ അവൻ ആൾ ചില്ലറക്കാരനല്ല. ഒരുപാട് പവറുള്ള കണ്ണാടി പയ്യൻ പോലും മാസ്റ്ററായിട്ട് കരുതുന്ന അവന്റെ ചേട്ടനെ പോലും ആ ഒരു മോൺസ്റ്റർ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഹീറോ ആ സിറ്റി മുഴുവൻ അലഞ്ഞ് കണ്ണാടി പയ്യനെ നോക്കി നടക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ടെനിയാലിഡ ടെനിയാലിഡ എന്നാരോ വിളിച്ചു പറയുന്നതായിട്ട് ഇപ്പൊ ഹീറോ കേൾക്കും. അവൻ ആ ശബ്ദം കേട്ടെടുത്തേക്ക് ഇപ്പൊ ഓടിയെടുക്കും. പക്ഷെ അവിടെ വലിയൊരു ബസ് അത്തി തകർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നോർമൽ രണ്ട് ഹീറോസ് വലിയൊരു മോൺസ്റ്ററുമായിട്ട് ഇപ്പൊ ഫൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരോ ഒരാള് ഇപ്പൊ വീണ്ടും വീണ്ടും കണ്ണാടിപ്പയ്യന്റെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാരാണെന്ന് നോക്കിയാ കണ്ണാടിപ്പയ്യൻ ജോയിൻ ചെയ്ത ആ ഒരു ഏജൻസിയിലെ മാസ്റ്റർ. ഹീറോ കൺഫ്യൂസ്ഡ് ആവും. എങ്കിലും ലീഡാപ്പയ്യൻ അവൻ എവിടെ പോയിരിക്കും? അപ്പോഴായിരിക്കും ഹീറോയ്ക്ക് മനസ്സിലാവുക ഒരു പക്ഷേ അവന്റെ ചേട്ടനെ കൊന്ന ആ ഒരു ബ്രഹ്മാണ്ഡ വില്ലനെ അവൻ കണ്ടുമുട്ടിയിരിക്കും. ഹീറോ ടെൻഷനായിട്ട് വീണ്ടും അവന്റെ ഓട്ടം തുടരും. അപ്പൊ അതേ സമയത്ത് ഇവിടെ വില്ലന്മാരുടെ ലീഡർ അവനാവട്ടെ ആ ഒരു ഫൈറ്റും ഓസോ സിറ്റിയിൽ ഉണ്ടാവുന്ന നാശനഷ്ടങ്ങളും ഫയറും ഒക്കെ കണ്ട് ഒരുപാട് സന്തോഷിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ വില്ലന്മാരുടെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് TV കണ്ടോണ്ടിരുന്ന ആ ഒരു മുതുക്കം വില്ലനാണ് ഈ വില്ലൻ ലീഡർക്ക് ആവശ്യമായിട്ടുള്ള വില്ലന്മാരെ ഇപ്പൊ സപ്ലൈ ചെയ്തത്. അവരെ ഉപയോഗിച്ചാണ് ഇവൻ ഇപ്പൊ ഹൊസു സിറ്റി മൊത്തമായിട്ടും ചില്ലറയായിട്ടും ഇപ്പൊ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോ കില്ലർ വില്ലനെ കാണിക്കും. അവൻ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് ഒരു വാളെടുത്ത് ഇപ്പൊ കണ്ണാടിപ്പയ്യന് നേരെ വീശി നിൽക്കുകയാണ്. പക്ഷെ അത് കണ്ടിട്ടും നമ്മുടെ കണ്ണാടിപ്പയ്യന് യാതൊരു കുലുക്കം ഉണ്ടാവില്ല. കണ്ണാടിപ്പയ്യൻ ചോദിക്കും, നീ കൊന്നു കളഞ്ഞത് ആരെയാണെന്നറിയോ? എന്റെ ചേട്ടൻ, ദ റിയൽ സൂപ്പർ ഹീറോ എഞ്ചിനിയം. നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ കണ്ണാടിപ്പയ്യൻ അവൻ ചാടി വീണ് വില്ലനെ അടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ കണ്ണാടിപ്പയ്യന്റെ കാലെ പിടിച്ച് വലിച്ച് അങ്ങനെ നില താഞ്ഞടിക്കും. എന്നിട്ട് കണ്ണാടിപ്പയ്യന്റെ ഒരു കൈ അവൻ ചവിട്ടി തകർക്കും. മറ്റൊരു കൈയില് കത്തി കുത്തിക്കയറ്റും. ലീഡാപ്പയ്യൻ അവനിപ്പോ വേദന കൊണ്ട് അലറിക്കരയാണ്. വില്ലൻ പറയും, നീ നിന്റെ ചേട്ടനെ പോലെ വെറും സീറോ ആണ്. നിങ്ങൾ രണ്ടുപേരും സൂപ്പർ ഹീറോസ് അല്ല, സൂപ്പർ ഫെയിലിയേഴ്സ് ആണ്. നിങ്ങളെ കൊണ്ട് ഒരു കോപ്പും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോ അതിന് കണ്ണാടിപ്പയ്യൻ ടെൻഷനായിട്ട്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ ചേട്ടനെ കുറിച്ച് മോശമായിട്ട് പറയും? എന്റെ ചേട്ടൻ ഒരുപാട് പേരുടെ ലൈഫ് രക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ചെറുപ്പത്തില് കണ്ണാടിപ്പയ്യന് അവന്റെ ചേട്ടനോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു. ചേട്ടൻ ഒരുപാട് പവർ ഉണ്ടായിട്ടും അതിന്റെ യാതൊരു അഹങ്കാരവും ആൾക്കില്ലായിരുന്നു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ കണ്ണാടിപ്പയ്യൻ പറയും, ഇത്രയും സിമ്പിളായ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച എന്റെ ചേട്ടനെ കൊന്നുകളഞ്ഞ് നിന്നെ കൊല്ലുക എന്നത് മാത്രമാണ് എന്റെ ഉദ്ദേശവും എന്റെ ലക്ഷ്യവും. ഹീറോ കില്ലർ അവനിപ്പോ കണ്ണാടിപ്പയ്യന്റെ കയ്യിൽ തറച്ചു വെച്ച ആ ഒരു കത്തി അത് വലിച്ചൂരി നൈസായിട്ട് സക്ക് ചെയ്യും. അപ്പൊ ഉടനെ നമ്മുടെ കണ്ണാടിപ്പയ്യൻ അവന്റെ ബോഡി ഫ്രീസ് ആയി പോവും. ആക്ച്വലി ഇതാണ് അവന്റെ സ്പെഷ്യൽ പവർ. ആരുടെയെങ്കിലും ബ്ലഡ് സക്കിയാണെങ്കിൽ പിന്നെ അവർക്ക് അനങ്ങാൻ കഴിയാതെ ഫ്രീസായി അങ്ങനെ നിന്നുപോകും. വില്ലൻ ആ കത്തിയെടുത്ത് അടുത്തതായിട്ട് കണ്ണാടിപ്പയ്യന്റെ കഴുത്തിൽ കുത്തിയിറക്കി അവനെ കൊല്ലാനായിട്ട് വരും. അപ്പൊ വീഴാണ് ഇപ്പൊ വില്ലന്റെ തലക്കിട്ട് വലിയൊരു ഇടി. അതാരാണെന്ന് നോക്കിയാ സാക്ഷാൽ നമ്മുടെ ഇസുക്ക് പയ്യൻ. അത് കണ്ട് കണ്ണാടിപ്പയ്യൻ ലീഡാ അവനിപ്പോ ഹീറോയോട് ചോദിക്കും, നീ എങ്ങനെ ഇപ്പൊ ഇവിടേക്ക് എത്തി? ഞാൻ ഒരുപാട് നേരായി നിന്നെ അന്വേഷിച്ച് ഈ സിറ്റി മുഴുവൻ അലഞ്ഞു നടക്കുമായിരുന്നു. നീ ഹീറോ കില്ലറെ അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അങ്ങനെ ചുറ്റി നടന്നപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ട് വില്ലനെ അടിച്ചു വീഴ്ത്തിയത്. അപ്പോഴായിരിക്കും ഹീറോ കില്ലർ ഇപ്പൊ ഇസുക്ക് പയ്യനെ കാണുക. ആ വില്ലന്മാരുടെ ലീഡർ അവൻ കാണിച്ച അതേ ഫോട്ടോയിലുള്ള ചെക്കൻ. അപ്പൊ നീയാണല്ലേ അത്? നിനക്കും ഞാൻ ആരാണെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് വില്ലൻ വീണ്ടും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അത് കണ്ട് ഇസുക്ക് പയ്യൻ, കമോൺ കമോൺ, ചാടി എഴുന്നേക്കലിടാ, നീ ഓടിപ്പോയി മറ്റുള്ള ഹീറോസിനെ ഇവിടേക്ക് വിളിച്ചോണ്ട് വാ. പക്ഷെ ലിഡാ പയ്യൻ അവൻ ഓൾറെഡി ഇപ്പൊ ഫ്രീസായി കിടക്കുകയാണെന്ന് നമ്മുടെ ഹീറോയ്ക്ക് അറിയില്ല.
ഹീറോ ഷോക്കായിട്ട് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പൊ അവന്റെ തൊട്ടടുത്ത് മറ്റൊരു ഹീറോയും ഇപ്പൊ ഒരുപാട് പരുക്ക് പറ്റി കിടക്കുന്ന കാണും. ഹീറോ കണ്ണാടി പയ്യനെ സേവ് ചെയ്ത ആ ഒരു ഹീറോ അവനെ ഈ ഒരു വില്ലൻ ഉറപ്പായിട്ടും കൊന്നുകളയും. അതിന് കണ്ണാടി പയ്യൻ ഇപ്പൊ ഹീറോയോട് പറയും, ദയവ് ചെയ്ത് നീ ഇവിടുന്ന് കടന്നു പോണം. ഈ വില്ലൻ ഇവനെ എന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് കൊന്നുകളയണം. കാരണം ഇവനാണ് എന്റെ ചേട്ടനെ കൊന്നത്. അത് കേൾക്കുമ്പോ ഇപ്പൊ ഹീറോയ്ക്ക് അവൻ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ആ വില്ലനെ നോക്കും. വില്ലന്റെ മോന്തയും അവന്റെ ആക്ഷൻസും കാണുമ്പോ ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ പേടിയാവും. മാത്രമല്ല ചിരിക്കുട്ടൻ ഈ ഒരു വില്ലൻ അവൻ വളരെ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹീറോ ഉടനെ ഇപ്പൊ കുറച്ച് മെസ്സേജസ് അവന്റെ ഫ്രണ്ട്സിന് അയക്കും. മാത്രമല്ല അവർ നിൽക്കുന്ന ലൊക്കേഷൻ അതും കൂടി ഇപ്പൊ ഷെയർ ചെയ്യാൻ തുടങ്ങും. ഇനി അടുത്ത ഏറ്റവും വലിയ ചലഞ്ച് ഹീറോയുടെ ഫ്രണ്ട്സ് അവരെത്തുന്നത് വരെ ഈ വില്ലന്റെ ശ്രദ്ധ തിരിച്ച് ആർക്കും ഒരപകടം ഉണ്ടാക്കാതെ അവനെ എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്യണം. അതിന് ഹീറോ അവൻ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് ഹീറോ കില്ലറെ അവനെ പ്രൊവോക്ക് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട് കണ്ണാടി പയ്യൻ അവൻ ടെൻഷനായിട്ട് ഇപ്പൊ വിളിച്ചു പറയും, ഇസുകു ബ്രോ, ദയവ് ചെയ്ത് നീ ഓടി രക്ഷപ്പെട്. അവൻ ഡേഞ്ചർ ആണ്. അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യരുത്. അത് വലിയ ആപത്താണ്. കണ്ണാടി പയ്യൻ അത് പറയുമ്പോഴേക്കും വില്ലനാവട്ടെ അവൻ വാള് വീശി ഇപ്പൊ ഇസുക്കിന്റെ തൊട്ടടുത്തെത്തും. പക്ഷെ നമ്മുടെ ചെക്കൻ അവനെ വെട്ടിത്തെരിപ്പിച്ച് കൈ ചുരുട്ടി അവന്റെ തലയ്ക്ക് തന്നെ ഒരൊറ്റ ഇടി. അത് കണ്ട് കണ്ണാടി പയ്യന്റെ കിളി പോവും. ഇവനെ കൊണ്ടെങ്ങനെ ഇപ്പൊ പവർ കൺട്രോൾ ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നു? ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവും. കാരണം ഓൾറെഡി അവൻ അപ്പാപ്പൻ മാസ്റ്ററിന്റെ കൂടെ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഏറെക്കുറെ അവന്റെ പവർ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. ഹീറോ കില്ലർ വില്ലൻ ഇപ്പൊ ഇസുക്ക് പയ്യനെ നോക്കി ചിരിക്കും. അവൻ പറയും, നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്കും ചിരിക്കുട്ടന്റെ അതേ പവറല്ലേ? പക്ഷെ എനിക്ക് നിന്റെ ഒരേ ഒരു ഡ്രോപ്പ് ബ്ലഡ് മാത്രം മതി നിന്നെ കൊന്നു തള്ളാൻ. പക്ഷെ അതിനു മുൻപ് എനിക്കിപ്പോ ആവശ്യം ഈ കണ്ണാടി പയ്യനെയാണ്. അവനെ ആദ്യം നിന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ കൊന്നു കളയെന്ന് പറഞ്ഞ് വില്ലൻ വീണ്ടും ഇപ്പൊ സ്ലോ മോഷനില് കണ്ണാടി പയ്യന്റെ അടുത്തേക്ക് വരും. അപ്പൊ കറക്റ്റ് സമയത്ത് വലിയൊരു തീഗോളം അങ്ങോട്ട് പറന്നു വരും. അപ്പോഴായിരിക്കും എല്ലാവരും കാണുക സാക്ഷാൽ നമ്മുടെ ടോഡ്രോക്കി. ഹീറോ അയച്ച ലൊക്കേഷൻ മനസ്സിലാക്കി അവൻ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവനിപ്പോ മാസായിട്ട് അവന്റെ ലെഫ്റ്റ് ഹാൻഡിലെ ഫയർ പവർ ആണ് ഉപയോഗിക്കുന്നത്. ടോഡ്രോക്കി അവന്റെ ഐസ് പവർ ഉപയോഗിച്ച് അവിടെ അടികെട്ടി പരിക്കേറ്റ് കിടക്കുന്ന എല്ലാവരെയും മറ്റൊരു ഭാഗത്ത് ഇപ്പൊ സേഫ് ആക്കി നിർത്തും. ഹീറോ വിളിച്ചു പറയും, ടോഡ്രോക്കി കെയർഫുൾ, അവൻ സ്ക്രാച്ച് ഇട്ട് നിന്റെ ബ്ലഡ് സക്ക് ചെയ്ത് കഴിഞ്ഞാ അവൻ നിന്നെ ഫ്രീസ് ചെയ്യാൻ കഴിയും. അതിന് ടോഡ്രോക്കി, കുഴപ്പമില്ല, ഞാൻ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് അവനുമായിട്ട് ഫൈറ്റ് ചെയ്തോളാം. അവരങ്ങനെ സംസാരിക്കുന്ന ആ ഒരു ഗ്യാപ്പില് ഇപ്പൊ വില്ലൻ അവനൊരു കത്തിയായി ചാടി വന്ന് ടോഡ്രോക്കിയുടെ ഫേസിൽ സ്ക്രാച്ച് ഇട്ട് ബ്ലഡ് സക്ക് ചെയ്യാനായിട്ട് വരും. ടോഡ്രോക്കി ഉടനെ ഇപ്പൊ ഫയർ പവർ ഉപയോഗിച്ച് വില്ലനെ അട്ടിച്ചു തെറിപ്പിക്കും. പിന്നീട് രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ ഫൈറ്റ്. അത് കണ്ട് ലിഡാ പയ്യൻ അവൻ വിളിച്ചു പോവും, നിർത്തിനടാ നിങ്ങള്. അവനോട് ഫൈറ്റ് ചെയ്യേണ്ടതും അവനോട് റിവെഞ്ച് ചെയ്യേണ്ടതും ഞാൻ മാത്രമാണ്. ഇതെന്റെ അവകാശമാണ്. ആ അവകാശത്തിന് മേലെ ആരും കൈവെക്കാൻ പാടില്ല. അപ്പൊ അതേസമയം ടോഡ്രോക്കി അവൻ ഒരേ സമയം ഐസും ഫയറും ഒക്കെ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യും. പക്ഷെ ആ വില്ലന് ഒരു പോറൽ പോലും ഏക്കില്ല. പക്ഷെ ആ ഒരു ഏറ്റുമുട്ടലിന്റെ അവസാനം ഇപ്പൊ ടോഡ്രോക്കിയുടെ കയ്യില് പരുക്കു പറ്റും. ടോഡ്രോക്കി വേദന എടുത്ത് പൊളയുന്ന സമയത്ത് ഇപ്പൊ വില്ലൻ അവിടെ കിടന്ന മറ്റൊരു ഹീറോയെ വെട്ടിയെറിയാൻ ശ്രമിക്കും. അത് കണ്ട് ഇസുക്ക് പയ്യൻ അവൻ ഓടി വന്ന് കാലുമടക്കി വില്ലനെ തൊഴിക്കും. പക്ഷെ വില്ലൻ കറങ്ങിത്തിരിഞ്ഞ് ഇപ്പൊ ഹീറോയുടെ ബോഡിയിലും കത്തിവെച്ച് സ്ക്രാച്ച് ഇടും. അങ്ങനെ ഇപ്പോ നമ്മുടെ രണ്ട് സ്വത്തുമണികളും വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ഇസുക്ക് പയ്യൻ വില്ലന്റെ ക്ലോസ് സർക്കിളിൽ ഫൈറ്റ് ചെയ്യും. അപ്പൊ അതേസമയം ടോഡ്രോക്കി അവൻ കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ടോഡ്രോക്കി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ആക്ച്വലി കണ്ണാടി പയ്യന്റെ ബ്രദർ ആള് മരിച്ചതറിഞ്ഞ് ടോഡ്രോക്കിക്കും ഒരുപാട് വിഷമാവും. കാരണം അവന്റെ ഫാമിലിയിലും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അവൻ ഹോസ്പിറ്റലിൽ ചെന്ന് അവന്റെ അമ്മയോട് മുൻപ് എന്ത് നടന്നു, അതിനുശേഷം എന്തുണ്ടായി എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നു വിടാതെ അമ്മയോട് പറയും. അതൊക്കെ മനസ്സിലാക്കി അന്ന് അവന്റെ അമ്മ അവനെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ടാണ് പിന്നീട് അവനവന്റെ അച്ഛന്റെ ഏജൻസിയിൽ തന്നെ പോയി ചേർന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഇസുക്ക് പയ്യൻ ആ ഒരു വില്ലനെ ചാടിയും മറിഞ്ഞും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇപ്പോ ആ ഒരു വില്ലൻ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹീറോയ്ക്ക് അവന്റെ അടുത്തേക്ക് പോലും ഇപ്പൊ പോവാൻ കഴിയുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഏറ്റുമുട്ടി അവസാനം വില്ലൻ ഹീറോയുടെ പരുക്ക് പറ്റിയ ഭാഗത്തെ ബ്ലഡ് സക്ക് ചെയ്ത് ഇപ്പൊ ഹീറോയെയും ഫ്രീസ് ചെയ്യും. എന്നിട്ട് ഇനി ബാക്കിയുള്ള ടോഡ്രോക്കി അറ്റാക്ക് ചെയ്യാനായി അവന്റെ അടുത്തേക്ക് ഓടും. ഇവിടെ കണ്ണാടി പയ്യൻ അവന്റെ ചേട്ടന്റെ പേര് പറഞ്ഞ് നിർത്താതെ കരയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.